ഇത്ര വലിയ ട്രോളിയൊക്കെ കൊണ്ടുവന്ന എന്ത് ബുദ്ധിമുട്ടല്ലേ? നല്ല ബുദ്ധിമുട്ടായിരിക്കും ഞാൻ അത് കൊണ്ടുപോകുമ്പോ. ഒരാളെ ഇതിൻ്റെ അകത്ത് കയറ്റി വെക്കാൻ പറ്റും കേട്ടോ. ഇത്രയും വലിയ ട്രോളിയാണ്. ഞാൻ താഴെ വീഴും തോന്നുന്നു. യാ ഇങ്ങനെ ഈ ബാത്മാറ്റ് ഒക്കെ 189 ഉള്ളൂ. ഈ ബാത്മാറ്റ് കുഞ്ഞു പാത്രം നോക്കി. കൊറിയൻ സീരീസിലൊക്കെ ബുൾസൈ അടിക്കൂലേ, കുറച്ചുകൂടെ ചെറുത്. മണിക്കൂർ കൊണ്ട് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മള് സക്സസ്ഫുള്ളി ലുലുവിൽ ഇറങ്ങി. എന്താ നല്ല നെയ് ചാള, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട വേർഷനാണ് ചാളേന്റെ. നെയ്യുള്ള ചാള സെറ്റ് ആയില്ലേ ഇന്ന് ഉച്ചക്കത്തെ മീൽസ്? ഓണയോ? അടിപൊളി, നല്ല ചാള ഫ്രഷ്. ഹലോ ഗൈസ്, എന്താ ഗുഡ് മോർണിംഗ് ആണെന്ന് തോന്നുന്നു. 12 ആയിട്ടില്ല. നമ്മളിന്ന് കുറച്ച് പരിപാടിക്ക് വേണ്ടി ഇറങ്ങുവാണ്. എന്താ ചെയ്യാനുള്ളത്? ഇന്ന് കുറേ ചെയ്യാനുണ്ട്. നമുക്ക് കുറേ പരിപാടി ഉണ്ട് നമ്മുടെ ലിസ്റ്റിൽ. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് വാങ്ങാം. എന്താ വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് ഇനി ഒരു 2 ആഴ്ചയും കൂടെ ഉള്ളൂ. 2 ആഴ്ച കഴിഞ്ഞിട്ട് 3 ആഴ്ച ആക്ച്വലി 3 ആഴ്ച ഉണ്ട്. 2 ആഴ്ചയിൽ ഞാൻ വീട്ടിൽ പോകും. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഓട്ടപ്പാച്ചിലാണ്. എല്ലാം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. ഇപ്പോൾ 3 ആഴ്ചയും കൂടെ അതിനുള്ളിൽ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ലുലുവിലേക്കാണ് പോകുന്നത്. കുറച്ച് ട്രോളി, പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക്, പിന്നെ വാച്ച്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. ലുലുലാകുമ്പോൾ ഒരു കോംബോ പോലെ ഒന്നിച്ച് കിട്ടുന്ന പോലത്തെ സാധനങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ എല്ലാം തീർത്തിട്ട് വരാനുള്ളത്. കണ്ടില്ല, ഇതാണ് ഇന്നലെ വീണത്. നമ്മുടെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ഓടുന്നൊരു സൗണ്ട് കേട്ടത് ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ, ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് കാണാം. എന്ന് വെച്ചാൽ പോയിട്ട് നേരത്തെ വന്നിട്ട് നമുക്ക് വൈകിട്ട് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഇന്ന് ഫുൾ ഡേ ഒരു 2 മണി 2:30 ആകുമ്പോൾ തിരിച്ചെത്തണം. എന്നാലാണ് ഇന്നത്തെ ഫുൾ ഡേ ഇന്ന് കവർ ചെയ്യാൻ നോക്കാം മാക്സിമം വീഡിയോയിൽ. സോ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാം. പോയില്ലേ? നമ്മളിന്ന് ലുലുവിലേക്ക് ഏത് റോഡാ പോകുന്നതെന്ന് അറിയോ? നമ്മൾ പൈപ്പ് ലൈൻ ജംഗ്ഷൻ കയറിയാ പോകുന്നത്. നോർമലി നമ്മൾ പോകുന്നത് മറ്റേ ആള് സ്റ്റാൻഡ് ഇട്ട് വണ്ടി ഓടിച്ചിട്ട് പോകുന്നു. കുഞ്ഞിന് ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. നോർമലി നമ്മൾ പോകുന്നത് സൺറൈസ് മറ്റേ തൃക്കാക്കര ആ റോഡാണ് പോവാ. അപ്പൊ ഇന്ന് നമ്മൾ പൈപ്പ് ലൈൻ ജംഗ്ഷൻ കയറിയാണ് പോകുന്നത്. എന്താന്നറിയോ? എന്താന്നറിയാന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം ഞാൻ ചുമ്മാ ഇങ്ങനെ വനിതയിൽ പോകാൻ വേണ്ടിട്ട് മാപ്പ് ഇട്ട് നോക്കിയപ്പോ മാപ്പ് കാണിച്ച ഈ റോഡാണ് കാണിച്ചത്. അപ്പൊ ഞാൻ ഓർത്ത് ഈ റോഡ് മീൻസ് ഈ വഴി, ഈ റൂട്ട്. ഓക്കെ, റോഡല്ല. അപ്പൊ ഈ റൂട്ട് ഞാൻ ഇത് നോർമലി ലോങ് അല്ലേ ഈ റൂട്ട് എന്ന് പറഞ്ഞ് നോക്കിയിട്ട് ഞാൻ പിന്നെ അത് ഞാൻ നോക്കുമ്പോ ആ റൂട്ട് മറ്റേ റൂട്ടിനേക്കാളും ഒരു 3-4 കിലോമീറ്റർ ഇത് കുറവാ. അപ്പൊ ഓർത്തു ഇത്രയും കാലം നമ്മള് മറ്റേ അവിടുന്ന് കാക്കനാടിന്ന് കേറുമ്പോ അതിലെ കൂടെ കേറി പോവാ ചെയ്യാ സാധാരണ. അപ്പൊ ഞാനോർത്ത് ഓക്കെ ഇതായിരിക്കും കുറച്ച് നേരത്തെ എത്തുന്നെന്ന് പറഞ്ഞ് ഇതിലെ കൂടെ നമ്മൾ പോയത്. സോ നമ്മളെ വേഗം എത്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വഴി തന്നെ, ഈ റൂട്ട് തന്നെ നമ്മൾ ഇന്ന് എടുത്തു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. യെസ്, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ലുലുവില് പോകുന്ന ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ച് പൊളിക്കുന്നു ലുലുവില്, അല്ലേ? എടാ, ലുലുവിൽ ഇന്നത്തെ ഫുൾ ഡേ അടിച്ചു പൊളിക്കൊന്നും വേണ്ട. ലുലുവിൽ നിന്ന് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങി നമ്മൾ പുറത്ത് ഇറങ്ങണം. ലുലുവിൽ കയറി എന്താന്നറിയോ, സമയം പോകുന്ന അറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് എന്താന്ന് വെച്ചാ, എല്ലാ മോളിലും കേറി ഇങ്ങനെ നടക്കുമ്പോ ഈ കാല് വേദനെടുക്കും. നമുക്ക് മുട്ടില് ഒരു ചെറിയ വേനെടുത്ത് തുടങ്ങാം. എവിടെയെങ്കിലും ഇരുന്നാ മതി എന്നായിരിക്കും. അതെന്താന്ന് മനസ്സിലാവാത്തത്. എനിക്കെന്നാ മോളിൽ നമ്മൾ കുറെ അധികം നടക്കുന്നോണ്ടാണോ അല്ലെങ്കിൽ മോളിന്റെ ടൈലൊക്കെ അങ്ങനെ അവര് സ്ട്രക്ചർ ചെയ്ത് വെച്ചേക്കുന്നോണ്ടാണോ എന്ന് അറിയില്ല. അപ്പൊ എന്തോ ഒരു സംഭവം ഉണ്ട്. സോ അതുകൊണ്ടാണ് കാല് വേന എടുത്ത് തുടങ്ങും. കുറെ നേരം മോളിൽ നിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ചിലപ്പോല്ലേ, നീ ഈ കൊറേ നേരം എന്ന് പറഞ്ഞാൽ നീയൊക്കെ ഉച്ചക്ക് കയറി കഴിഞ്ഞാ രാത്രി 7-8 മണി വരെ അതിൻ്റെ അകത്തായിരിക്കും. ആ സമയം ഇത്രയാന്ന് പോലും നമ്മൾ അറിയുന്നില്ല. ബിക്കോസ് ലൈറ്റ് ഒന്നും പോകുന്ന അറിയുന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ഉച്ചക്കൊക്കെ കേറി കഴിഞ്ഞിട്ട് രാത്രിയാന്ന് ഒരു 7-8 മണി വരെ നമ്മൾ ചിലപ്പോ ലുലുവിലായിരിക്കും. നമ്മൾ പക്ഷെ വൈകിട്ടാവുന്നത് ലൈറ്റ് പോകുന്നൊന്നും അറിയുന്നില്ല. പുറത്തേക്ക് വ്യൂ ഇല്ലല്ലോ, നമ്മള് വേറൊരു വേൾഡിലല്ലേ അതിന്റെ അകത്ത്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ആ സമയം അതിനകത്ത് സ്പെൻഡായി പോകുന്നത് അറിയുന്നില്ല. ഇപ്പൊ അതുകൊണ്ട് നമ്മൾ സമയം നോക്കി
ഒരുപാട് സമയം എടുക്കാണ്ട് ടൈം വെച്ചിട്ട് നമ്മുടെ സമയം ആരും യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ പരിപാടി മാത്രം തീർത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അതാണ് നമ്മളെ പറ്റിക്കാൻ പാടില്ല. നമ്മുടെ ടൈം നോക്കി തന്നെ കറക്റ്റ് നോക്കി ഇറങ്ങാനാണ്. നമ്മുടെ സമയം അവരെടുക്കാൻ പാടില്ല. നമ്മൾ അറിയാണ്ട് നമ്മുടെ സമയം ആൾക്കാര് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ നമ്മളെ പ്ലാൻസ് എല്ലാം ക്യാൻസൽ ആയി പോകുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത് അല്ലേ. നമ്മൾ മെയിൻ ആയിട്ട് ഈ മോളിന്റെ അകത്ത് നമ്മൾ അറിയാണ്ട് നമ്മളെ സമയം പോകുന്നുണ്ട്. യെസ്, അതാണ് മെയിൻ സ്ട്രാറ്റജി അവരുടെ. നമ്മുടെ സമയം അവരെങ്ങനെ എടുക്കും അതാണ്. അതുകൊണ്ടാണ് ഈ മോളിലൊന്നും മറ്റേ സാധനം നമ്മളൊരു പടത്തിലൊക്കെ ഉണ്ടല്ലേ, ഈ സാധനം പുറത്തേക്കുള്ള വ്യൂ ഒന്നും ഉണ്ടാവില്ല. നമ്മള് കേറി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് തന്നെ ഉണ്ടത്. എത്ര മഴയാവുന്നു ഒരു ക്ലോക്ക് പോലും ഉണ്ടാവില്ല. എവിടെയും ക്ലോക്കും വെക്കൂല. അങ്ങനത്തെ ഒരു ടൈമിങ് ഒരു സാധനം ഇല്ല അവിടെ. വരിക, അതിന്റെ അകത്ത് കേറുക, അതിന്റെ അകത്ത് ജീവിക്കുക, എന്നിട്ട് ഉള്ള കാശൊക്കെ കളയാ. എന്നിട്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ സമയം ഭയങ്കര കുറവാ, സമയം തികയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മള് നോക്കി ചെയ്യണം. ആ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. നിങ്ങളെ സമയം നോക്കി യൂസ് ചെയ്യും. അതെ. ഓക്കെ, നമ്മളിപ്പോ പൈപ്പ്ലൈൻ ജംഗ്ഷൻ എത്തി. അപ്പൊ നേരെ അങ്ങോട്ട് ലുലുവിലേക്ക് പോവാ, എന്നിട്ട് അവിടെ പോയിട്ട് കാണാൻ ബാക്കി. നമ്മള് ലുലുവിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അകത്ത് കേറിയിട്ട് നമുക്ക് യൂഷ്വലി കിട്ടുന്ന പോലെ പ്രൈം ഇപ്പൊ ഇവിടെ ഇൻഡിക്കേറ്റർ ഇടാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ കേറിയോന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഈ ലെഫ്റ്റില് അവര് പറ്റിച്ച് ഇതിലേക്കൂടെ കയറിയാണ്. സെക്കൻഡ് ലെഫ്റ്റ് എന്നുവെച്ചാൽ ആ ലെഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ അവര് മറ്റേ അപ്പുറത്തെ ബിൽഡിങ്ങിലുള്ള പാർക്കിങ്ങിൽ വിടും നമ്മളെ. അപ്പൊ ആ പാർക്കിങ്ങിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് നമ്മൾ നടന്നു വരണം. അല്ലെങ്കിൽ അതിലെ കൂടെ കേറുമ്പോ ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്, അവരങ്ങോട്ട് കയറ്റാൻ നോക്കുമ്പോ തന്നെ ഞാൻ അറിയാണ്ട് റൈറ്റ് കയറ്റി വെക്കും. നമ്മൾ എന്തായാലും പാർക്ക് ചെയ്യുന്നത് ഇവിടെ പാർക്കിങ്ങിന് സ്ലോട്ടും ഉണ്ട്, പാർക്കിംഗ് അവൈലബിൾ ആണ്. പിന്നെ എന്തിനാ അവര് വേറൊരു അപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മള് ഒന്നില്ലെങ്കിൽ അവര് അവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യണം. നമ്മൾ അതിൽ നിന്ന് തന്നെ ഇറങ്ങി താഴേക്ക് നടന്നു വരേണ്ടത്. പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കാശ് കൊടുത്തിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നടന്നു വരണോ? ഇപ്പൊ അവര് കാണിച്ചില്ലേ നമ്മളെ കൈ ഇങ്ങോട്ടേക്ക്. അത് അറിയാവുന്നവർക്ക്, ഇവിടെ ലുലുവിൽ വന്നു പോകുന്നവർക്ക് അറിയാം അവര് അങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യുന്നത്. ഞാൻ പിന്നെ നമ്മള് അങ്ങനെ ചെയ്യാറില്ല. അവരെ പറ്റിച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി ഇതിലേക്കൂടെ കയറ്റും. എന്നാലേ നമുക്ക് ഇതിലെ ഗ്രൗണ്ട് പാർക്കിംഗ് കിട്ടുള്ളൂ, ബേസ്മെന്റ് പാർക്കിംഗ് കിട്ടുള്ളൂ. അതാണ്. ഇപ്പൊ നമുക്ക് പോയിട്ട് പാർക്കിംഗ് സെറ്റ് ചെയ്യാം. ഇന്ന് എനിക്ക് തോന്നുന്നു തിരക്കായി തുടങ്ങിയിട്ടില്ല, നമ്മൾ കുറച്ച് നേരത്തെയാണ്. ഹോട്ടൽ മാരിയോട്ട്, ഇതിലേക്കൂടെ പോയ ഹോട്ടൽ മാരിയോട്ടിലേക്ക് പോകാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോകണ്ട, ബേസ്മെന്റ് നോട്ട് ടുഡേ. ഒരു ദിവസം നമുക്ക് പോവാം, വൺ ഡേ. ഇവിടെ കൊച്ചി തന്നെ ഇരുന്നിട്ട് എന്തിനാ മാരിട്ട് പോകുന്നത്? ചുമ്മാ അവിടുത്തെ ഫുഡ് ഹോട്ടല്, അവിടുത്തെ ആംബിയൻസ് എങ്ങനെ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇനി സൺഗ്ലാസ് ഒക്കെ മാറ്റേണ്ടി വരും. ഓക്കെ, നോക്കാം. എന്താ, എങ്ങോട്ടാ പോകുന്നേ? ഇവന് എന്തൊക്കെയാ വേണ്ടെന്ന് അറിയോ? ഫോണിന്റെ കേസ് കണ്ട അത് വേണം, ഫോട്ടോ ബൂത്തിൽ ഫോട്ടോ എടുക്കണം, ഫോട്ടോ കണ്ട അത് വേണം. അടുത്ത് എന്തൊക്കെയാ കാണുന്നത്? ഞാൻ ഒരു ഫോട്ടോ ബൂത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാന്ന് ഓർത്തു, പക്ഷെ ഇവള് എന്നെ സമ്മതിച്ചില്ല. എന്താ നിനക്ക് എന്താ കുഞ്ഞു പിള്ളേരെ പോലെ എല്ലാം ചെയ്യണം. എന്തേലൊക്കെ ചെയ്യണ്ടേ? അടങ്ങിയിരിക്കും, വന്ന കാര്യം ആദ്യം ചെയ്യും. ശരി, വന്ന കാര്യം നമുക്ക് ചെയ്യാം. ഇവിടെ ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ട്രോളി ഉണ്ടോന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് പോവാം. ട്രോളി ഇല്ലല്ലോ. ട്രോളി മേ ബി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നോക്കാം. ട്രോളി ഉണ്ടോന്ന് അറിയില്ല. ട്രോളി ഈ ട്രോളി മതിയോ? പില്ലോ ഉണ്ട്, വീട്ടിലേക്ക് ആവശ്യമുള്ള കുക്കറുണ്ട്, ഫാനുണ്ട്, പില്ലോസ് ഉണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്. ഇത് ക്ലീനിങ് മെറ്റീരിയൽ. ഇത് ഈ ടാബ് ഉണ്ടോ? ഇതില് നമുക്ക് തുണിയൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും. എന്താ, കുറച്ചൊന്ന് കറങ്ങിട്ട് വരാം. പോ, ജസ്റ്റ് ഇവിടെ കൊറേ ഐറ്റംസ് ഉണ്ട്. അതെ, ഇത് ഒരു മിനിറ്റ്. ഈ ബാത്ത് മാറ്റ് ഒക്കെ 189 ഉള്ളൂ. ഈ ബാത്ത് മാറ്റ് ഇത് ഞാൻ ലാസ്റ്റ് ടൈം നമ്മൾ വാങ്ങിയത് ഇതുപോലെ തന്നെ ആയിരുന്നു തോന്നുന്നു കേട്ടോ. 189 ഉള്ളൂ. രണ്ട് പീസിന്. 2 പീസാണോ? നീ ഇത് നോക്കണ്ട, എനിക്ക് റിഗ്രറ്റ് അടിക്കും ചിലപ്പോ. 2 പീസ് സെറ്റ് എന്തായാലും നമുക്ക് വേണ്ടി വരില്ല ഇത്. നിന്റെ ഉണ്ടല്ലോ കറക്റ്റ് എണ്ണ, അത് പോകുമ്പോ വാങ്ങിയാ മതി. ഇതൊക്കെ വാങ്ങിച്ചതിനാ സ്റ്റോക്ക് ചെയ്യുന്നത്. ഇപ്പൊ വാങ്ങിയിട്ടല്ലേ ഉള്ളൂ പുതിയത്, ഒരു 4 മാസം ആയിട്ടില്ല. ഇവിടെ ഇതേതാ ബെഡ്ഷീറ്റ്, കിങ് സൈസ് ബെഡ്ഷീറ്റ് 899. മെമ്മറി ഫോം പില്ലോയ്ക്ക് 699. 72% ഓഫാണ്. ഇത് തന്നെ ഈ കംഫോർട്ടറാണ് ഞാൻ പറഞ്ഞത് വാങ്ങണമെന്ന്.
579 ഉള്ളൂ ഈ കംഫോർട്ടറിന്. പക്ഷെ നല്ല ഒരു ഇതുണ്ടല്ലേ, നല്ല ഉണ്ട്. പക്ഷെ നീ കട്ടില് മാറ്റാൻ നിക്കുവല്ലേ? കട്ടില് മാറ്റണം. അപ്പൊ ഇത് സൈസ് ഇത് സിംഗിൾ ആണ്, ഡബിൾ വേണ്ടി വരും. ഡബിൾ അല്ല ഉണ്ടാവുക, രണ്ടുപേർക്ക് ഡബിൾ ആണെങ്കിൽ കറക്റ്റ് സൈസ് ആയിരിക്കും. ഡബിൾ വലുത് വാങ്ങണം. ഓക്കെ, ഇത് സിംഗിളിനാണ് 579. ബെഡ്ഷീറ്റ് കിങ്. നമുക്ക് കംഫോർട്ടർ വേറെ ഉണ്ടോ നോക്കാം. ഡബിൾ ഉണ്ടോ നോക്കില്ല. ഇപ്പൊ എന്തിനാ വാങ്ങുന്നേ? ഇല്ല, വാങ്ങുന്നേ ജസ്റ്റ് നോക്കാം. നല്ലതുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാം. വില ഒന്നുമില്ല. പൊക്കോ. ലുലു. അത് വേണോ? ഇത് നോക്ക്, സ്മാർട്ട് ക്ലീൻ. ഇതൊക്കെ ഇത് പുതിയ സാധനം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്യാൻ ഇതൊന്നും എടുക്കുക. ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ എത്തൂല. അത് എത്തൂലേ? ഇല്ല, ഇവിടം വരെ പ്രസ് ചെയ്താൽ എത്തൂല. സ്മാർട്ട് ക്ലീൻ 199. കട്ടർ ഉണ്ട്, ഹാങ്ങേഴ്സ് ഉണ്ട്, ബക്കറ്റ് ഉണ്ട്. അതെ, കുഞ്ഞു പാത്രം നോക്കി. കൊറിയൻ സീരീസിലൊക്കെ ബുൾസൈ അടിക്കൂലേ, കുറച്ചുകൂടെ ചെറുത്. നല്ല കുഞ്ഞു പാന്. ബുൾസൈ എടുത്ത് ഇതിനകത്തേക്ക് ഇടാ. ഈ സൈസിൽ വന്ന 2 എണ്ണം കറക്റ്റ് ആയിരിക്കും. പറഞ്ഞാൽ ബുൾസൈ ആക്കാൻ പറ്റും. ഇതില് കടുക് പൊട്ടിക്കാൻ പറ്റും. ഇത്ര വലുതിലോ? കടുക് അണ്ടാവില് പൊട്ടിച്ചിരുന്നു. അല്ല, ഇതിന് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. വാ. പിന്നെ ബക്കറ്റ് ഉണ്ട് ഇവിടെ, നോൾട്ട. പിന്നെ കുക്കേഴ്സ് ഉണ്ട്, വലിയ പാത്രങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വാങ്ങേണ്ടി വരും. അപ്പം നമുക്ക് വരാം. എന്തായാലും ഈ സെയിൽ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുള്ളൂ. ലുലുവിൽ ഇങ്ങനെ ഇവർ ഇയർ എൻഡ് സെയില്, ക്ലിയറൻസ് സെയിൽ, ഇങ്ങനെ സെയിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പം നമുക്ക് അതൊക്കെ പതിയെ നോക്കാം. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അല്ലേ? ആ, അപ്പം നമുക്ക് വന്ന കാര്യം ആദ്യം നോക്കാം. അമേരിക്കൻ ടൂറിസ്റ്റർ. നമുക്ക് കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കുറച്ച് വൈബ്രന്റ് ആയിട്ടും നല്ല കളർഫുൾ ആയിട്ട്. ഇതൊക്കെ ഒരു പ്ലെയിൻ അല്ലേ? പ്ലെയിൻ കളേഴ്സ് ഇതില്. പക്ഷെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടാവും പ്ലെയിൻ ആണെങ്കിലും അല്ലേ? ഇത് അമേരിക്കൻ ടൂറിസ്റ്റർ ആണ്. ഇതില് ഇവർക്ക് ഇയർ എൻഡ് ഓഫ് സീസൺ സെയിൽ ഉണ്ട്. 6499. പേഴ്സിസ് ഹാർഡ് സ്പിന്നർ ഡുവൽ വീൽ 3 പീസ് സെറ്റ്. അതി ഈ 3 പീസ് സെറ്റിന് 6499 മതി. ആ, ഈ പീസ് അതിൻ്റെ ഒരു പീസ് കൂടെ ഉണ്ടാവും. പിന്നെ വേറെ ഏതാ ഉള്ള? ഇത് 599 മതി. ഇത് വേറെ ബ്രാൻഡാണ്. പക്ഷേ ഇവരുടെ അല്ലേ, അത് അമേരിക്കൻ ടൂറിസ്റ്റർ അല്ലേ ഇത്. ഇത് കാമിലിയൻ്റ് അതാണ് അമേരിക്കൻ ടൂറിസ്റ്റ് എന്ന് തോന്നുന്നു അവിടെ ഉള്ളത്. സഫാരി നോക്കണോ? ആ സൈഡ് നോക്കാം. അമേരിക്കൻ ടൂറിസ്റ്റർ. എനിക്ക് തോന്നി ഈ അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ ബ്രാൻഡ് ഇതാണ് അമേരിക്കൻ ടൂറിസ്റ്റർ. ഇതിൻ്റെ അമേരിക്കൻ ടൂറിസ്റ്റർ 65% ഓഫ് അപ് ടു. പക്ഷേ ഇതിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യണം. ആളുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടോ? ഈ കളർ ഇഷ്ടമായി. പിന്നെന്താ ഒരു അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ക്വാളിറ്റി ചെക്കിംഗ് ആണോ? ഇതിന് എത്ര വരുന്നത്? ഇതിൽ 6480 ആണ് ഇട്ടേക്കുന്നത്. സിംഗിൾ പീസ് ആണോ? സിംഗിൾ പീസ് ആണെന്ന് അറിയാം. ചെക്ക് ചെയ്ത് നോക്കാം. ആള് വേറെ ഒരു ഡീലിലാണ്. വേറെ ആളുണ്ടോന്ന് അറിയാം. വേറെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ? സ്കൈ ബാഗ്സും VIP ഉള്ളൂ. സഫാരി ഇല്ലല്ലോ. വേറെ ഫ്ലോറിൽ ഉണ്ടാവും. ഇത് അമേരിക്കൻ ടൂറിസ്റ്റ്. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ചെക്ക് ചെയ്യാം. ഇവര് ഇപ്പോൾ ഇത് കാണിച്ചത് ഇതിൻ്റെ മാത്രം കോംബോ ഉള്ളതെന്നാണ് പറഞ്ഞത്. അതൊരു 9000 സംതിങ് വരും. പക്ഷേ ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇതിൻ്റെ ഒരു മെറ്റീരിയലിന് ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ട് തോന്നുന്നു. ഇത് കാമലിയൻ്റെ അല്ലേ? ഫ്ലെക്സിബിൾ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ. വെയിറ്റ് കുറവായതുകൊണ്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ആ മെറ്റീരിയൽ വന്നേക്കാം കേട്ടോ.
ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇത് കുറച്ചും കൂടെ നല്ലായിരുന്നു അല്ലേ, കാണാൻ ഒരു ഫീലുണ്ട്. പക്ഷെ അതിൻ്റെ കോംബോ പീസ് ഇല്ല. ഇങ്ങനെ കുറച്ച് കളർഫുൾ ആയിട്ട് വേറെ ഉണ്ടാവുമോ? കുറച്ച് സിംഗിൾ കളർ അല്ലാണ്ട് അതിന് അതിന്റെ 16 വരും. കുറച്ചുകൂടെ ഒതുങ്ങിയിരിക്കുന്നു, അത് കുറച്ചുകൂടെ ഇങ്ങനെ ഇരിക്കുന്നു പുറത്തേക്ക്. എന്നാ നമുക്ക് വേറെ ചെക്ക് ചെയ്തിട്ട് വന്നാലോ? ബാ, നമുക്ക് വേറെ ബ്രാൻഡ്സും ചെക്ക് ചെയ്തിട്ട് വരാൻ പോയിട്ട്. ഇത് ഫ്ലെക്സിബിൾ ആണോ? ഫ്ലെക്സിബിൾ ആ? അതെന്താ ഫ്ലെക്സിബിൾ ആവും? മറ്റേ തമ്മിൽ വ്യത്യാസം എന്താ? ഫ്ലെക്സിബിൾ എന്തിനാ? ഏതാ നല്ലത്? നോർമലി ഫ്ലെക്സിബിൾ ആ നല്ലത്. വെയിറ്റ്ലെസ് ആയിരിക്കുമോ? ഓക്കെ. 5 year replacement 5 years റീപ്ലേസ്മെന്റ്. ഓക്കെ, കണ്ടിട്ട് നല്ല യെല്ലോ കളറാന്നേ ഉള്ളൂ. കുറച്ചും കൂടെ ഒരു ബ്ലൂ പിടിക്കണോ? നല്ല കുറച്ചും കൂടെ യെല്ലോ ഡിം ആക്കണോ? കുറച്ച് ഹെവി ആയോ എന്നൊരു ഡൗട്ട്. യെല്ലോ ഭയങ്കര ബ്രൈറ്റാ? ഭയങ്കര ഇല്ലെങ്കിൽ നമുക്ക് ഈ കളർ പിടിച്ചാലോ? കുറച്ചും കൂടെ പിങ്ക്. അത് ഭയങ്കര ഗേൾസ് അല്ലെ ബീച്ച് അങ്ങനത്തെ എല്ലാം അല്ലെ ഒരു സിൽവർ ഒക്കെ ഉണ്ടല്ലോ. സിൽവർ ഏതാ ബീച്ച്? പക്ഷെ അത് ചെളിയാവും. നമ്മള് അല്ല ഇതുപോലത്തെ VIP ആണ്. ഫീച്ചേഴ്സ് വരുന്നത് വേറൊരു ബ്രാൻഡിലുണ്ട്. ലൈറ്റ് വെയിറ്റ്, സ്മാർട്ട് പ്രിന്റ്, ഇൻബിൽറ്റ് TS. ഇതല്ല ഇൻഡിവിജ്വൽ പീസാ? ഇൻഡിവിജ്വൽ അല്ലേ? ഇത് മീഡിയം ആണോ സൈസ്? ഇതിന്റെ ചെറുതോ മറ്റേ ക്യാബിൻ സൈസോ? ഇത് ഇഷ്ടപ്പെട്ടോ നിനക്ക്? എന്ത് ഇത് കാണാൻ ഒരു വേറൊരു ഫീലല്ലേ? ഇത് നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്, കാണാൻ ഒരു ഫീലുള്ളത്. ക്യാബിനിൽ പോകുന്നതായിരിക്കും നമ്മള് വെയിറ്റ്. ക്യാബിനിൽ പോകുന്ന, പക്ഷെ എല്ലാ ഫ്ലൈറ്റിലും പോവില്ല ക്യാബിനിൽ. എല്ലാ ഫ്ലൈറ്റിലും പോവില്ലേ? ഇല്ല, എല്ലാ ഫ്ലൈറ്റിലും പോവില്ല. അങ്ങനെയുണ്ടോ? അല്ല ക്യാബിനിൽ പോകുന്നതാണോ എല്ലാ ഫ്ലൈറ്റിലും? എല്ലാ ബ്രാൻഡുകളും ഓക്കെ. വലിയ പ്രശ്നമില്ല. സൈസ് ഇപ്പോൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് 15ആയിരിക്കും. ബാഗിൽ സൈസിൽ വ്യത്യാസം കാണിക്കും. വിത്തോട്ട് ഹൈറ്റിൽ എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് കാണിക്കും. ടോട്ടൽ വോളിയം ഇത് 115 ആണ്, 112 ആണ്. 115 കോമൺ ആയിട്ട് നമുക്ക് ഏത് എയർലൈൻസിലും കൊണ്ടുപോകുന്നതാണ്. ഇതിലേക്കാണെങ്കിൽ ചിലപ്പോൾ ചില രാജ്യങ്ങളെക്കാൾ 112 പറയും. അങ്ങനെ വരുവാണെങ്കിൽ 112 ആണ്. ഇത് 115, 115 അല്ലേ? അതിനനുസരിച്ച് വെയിറ്റ് ചെറിയ ഡിഫറൻസ് കാണിക്കുക. 2.2 kg വരും, 2.4 kg വരും. വോളിയത്തിൽ വരുന്ന ചെറിയ വ്യത്യാസമാണ്. ഇതിന്റെ അകത്തെ സ്പേസ് വരുമ്പോഴത്തേക്കും നോർമലി സ്റ്റാൻഡേർഡ് ആണ് ഡയമെൻഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഡ്യൂറബിൾ ആണല്ലോ, ഫ്ലെക്സിബിൾ ആയിട്ടൊന്നും മെറ്റീരിയൽ വരാം, പൊട്ടേ കാര്യങ്ങളൊന്നുമില്ല. അതും ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസ് ഉണ്ടാവും. പക്ഷെ മെറ്റീരിയൽ ഡ്യൂറബിൾ ആണ്, പൊട്ടേ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി 5 years വാറന്റി ഉണ്ട്. അതിന്റെ കീലെസ് ഇപ്പൊക്കെ 5 years വാറന്റി ഒക്കെ ഉണ്ട്. ശരി, എന്നാ ഇതെടുക്കാം നമുക്ക്. നമ്മൾ ഫൈനലി ഈ സാധനം ചൂസ് ചെയ്തു. നമ്മൾ കുറേ തപ്പി നടന്നു. ലുലുവിൻ്റെ സെയിലൊന്നും കിട്ടിയില്ല, ലുലുവിൻ്റെ ഫാഷനിലൊന്നും കിട്ടിയില്ല, 3 കിട്ടിയില്ല. ഇതെല്ലാം 2 ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം നമ്മൾ നോക്കി, അത് കിട്ടിയില്ല. അതിനെല്ലാം സിംഗിൾ പീസ് 2 പീസ് അങ്ങനെ ഫുള്ള് സീനാണ്. കളർ ഇത് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കളറാണ്. നമുക്ക് കിട്ടിയതിൽ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഉള്ളതിൽ അല്ലേ?
ഇത് ഫ്രഷ് പീസ് അല്ലേ? ഇത് ചെയ്യാം, എടുക്കാം. ആ ഇത് വലിയ കത്തട്ടെ കളറ് അല്ലേ? ഓക്കെ, എന്നാ ഇത് എടുത്തു, ഇത് വെക്കാം. എന്നിട്ട് നമുക്ക് താഴെ പോയിട്ട് വന്നാൽ പിന്നെ ഇത് കൊണ്ട് നടക്കാൻ പറ്റില്ല. നമുക്ക് പോയിട്ട് ബാക്കിയുള്ള സാധനം വാങ്ങിയിട്ട് ഇത് വന്നിട്ട് എടുത്തിട്ട് പോയാലോ? ഇവരോട് പാക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പോവല്ലേ? അതെന്നാ പാക്ക് ചെയ്ത് വെച്ചേക്കോ. ഞാൻ ഒന്ന് കഴിഞ്ഞിട്ട് വരാം. നമ്മള് ട്രോളി വാങ്ങി എന്നിട്ട് ട്രിപ്പ് പോയില്ലേ? ഇന്റർനാഷണൽ ട്രിപ്പ് പോവാ നമ്മള് വീട്ടിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ടൈറ്റനിൽ ഒന്ന് കയറി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പ് പോയി. അപ്പോൾ ആ സ്ട്രാപ്പ് ഒന്ന് മാറിയേക്കാൻ നോക്കിയിട്ട് ടൈറ്റനിൽ കയറി. അപ്പോൾ സ്ട്രാപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പോവാം. അതും കൂടെ കഴിഞ്ഞാൽ ഇവർക്ക് ലിപ്സ്റ്റിക്കും കൂടെ വേണം അല്ലേ? ലിപ്സ്റ്റിക് വാങ്ങണം. അതും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ സെറ്റാക്കും. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോകും അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി വേറെ ഉണ്ട്. അതൊക്കെ പതിയെ കാണിക്കാം. അതെന്താന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. വൈകിട്ട് നമ്മൾ പോകുന്ന ഓക്കെ, അത് വൈകിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും തോന്നുന്നു. അപ്പൊ അതൊക്കെ കാണിക്കാം. സർപ്രൈസ് ആണ്. ഓക്കെ, ലഞ്ച് എവിടുന്നാ നമ്മള്? ലഞ്ച് എവിടുന്നാ? 1:15 1:05 താഴെ പോയി പെട്ടെന്ന് ലിപ്സ്റ്റിക് വാങ്ങി ഇവിടുന്ന് ഇറങ്ങണം. സോ അത് സമയം 1 മണി കഴിഞ്ഞു. പിന്നെന്താ ചെയ്യാ? നമ്മൾ കറക്റ്റ് 11:30 എത്തിയിട്ടില്ല. 11:30 നമ്മൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ എത്തുമ്പോ 12 ഓക്കെ, എന്നാ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് പോവാം. നമ്മുടെ വാച്ചിന്റെ പരിപാടി സെറ്റ് ചെയ്തു. എന്നിട്ട് അവരത് സെറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അതാവുന്ന മുമ്പ് നമ്മൾ അടുത്ത പരിപാടിക്ക് വേണ്ടി പോകുന്നു. നമ്മള് ഭയങ്കര സ്പീഡാണ്. ഓരോന്ന് അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് അത് വെച്ചത് നമ്മൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പോവാണ്. അപ്പോൾ അടുത്ത ടാസ്ക് നമ്മളിപ്പോൾ അത് വാങ്ങിയിട്ട് വന്ന് മുകളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് എടുക്കുന്നു, അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നു, അത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നു. പരിപാടി ഇവിടെ വരുത്താൻ കിടന്ന് ഉറങ്ങുകയാണേ. എനിക്കത് വേണം. ഓക്കെ, എന്നാ പോവാ. പിള്ളേരെ കൊണ്ട് നമ്മളിപ്പോ നൈക്കയിലാണ്. എന്താ പരിപാടി? നൈക്കയില് ഷെയ്ഡ് ലിപ്സ്റ്റിക് വാങ്ങാൻ വന്നതാ. ഞാൻ പുതിയ ഷെയ്ഡ്സ് ഒന്നും നോക്കുന്നില്ല. എല്ലാ സമയമല്ല. എന്റെ യൂഷ്വൽ ഷെയ്ഡ് തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്ന പോലെ പുതിയ അതിന്റെ ഒരെണ്ണം വാങ്ങുകയാണ്. അത് ഷെയ്ഡ് നോക്കി എടുക്കാനുള്ള സമയം, കുറച്ച് സമയം വേണം ഷെയ്ഡ് നോക്കാൻ വേണ്ടി. ദിസ് ഇസ് വാട്ട് ഐ ബോട്ട് ഫ്രം നൈക്ക. എന്താ വാങ്ങിയെന്ന് അകത്തുനിന്ന് കാണിച്ചു തരാൻ പറ്റില്ല. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. എവിടെയായിരുന്നു നമ്മൾ മോള്? അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് അത് കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഇനി എങ്ങോട്ടേക്കാ പോകേണ്ടത്? ഓക്കെ, ഞാൻ വാങ്ങിയത് ഒരു ലിപ്സ്റ്റിക്, ക്രയോൺ ആൻഡ് ലിപ് ലൈനർ. എല്ലാം ലിപ്പിനല്ലേ? എല്ലാം ലിപ്പിനാ വാങ്ങിയത്. ആള് വേറെ കൊറേ ഓഫർ ഉണ്ട് അവർക്ക്. ബൈ 2 get 1 അങ്ങനെ എന്തൊക്കെയോ ബൈ 2 get 1. പിന്നെ വേറെ എല്ലാത്തിലും ബൈ 2 get 1 ഓഫർ ഉണ്ട്. അപ്പൊ ബോഡി മിസ്റ്റ്, പിന്നെ ഷവർ ജെല്ല്, അങ്ങനെ എല്ലാത്തിലും ഓഫർ ഉണ്ട്. അപ്പൊ ആള് വേറെ നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് കൊറേ ആള് പറഞ്ഞോണ്ടിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മള് ടൈം കൈ പിടിച്ചോണ്ടാ വന്നേക്കുന്നത്. എനിക്ക് കുറച്ചു നേരം നോക്കാണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ലൈറ്റിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോ അത് ഭയങ്കര വിയേർഡായിരിക്കും. അതുകൊണ്ട് എനിക്ക് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് വേണം ഇത് മേക്കപ്പ് പ്രോഡക്ട്സ് എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇന്ന് എടുത്തില്ല. നമുക്ക് വേറൊരു ദിവസം വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നു. ഇനി നമ്മുടെ ട്രോളി എടുക്കുക, എന്നിട്ട് ഇത് വാച്ച് മേടിക്കുക, അങ്ങനെ എക്സിറ്റ് അടിക്കുക. എന്നിട്ട് കറങ്ങാൻ പാടില്ല. നമ്മള് ഫുഡ് ഇവിടെ നിന്നല്ല കഴിക്കുന്നത് നമ്മള്. ഇല്ല, ഇതിന്റെ അകത്ത് കറങ്ങണ്ട. അകത്തുനിന്ന് കഴിക്കണമെങ്കിൽ പിന്നെ ഒരു സമയമാവും. അതിലും നല്ല പുറത്ത് പോയി കഴിക്കുന്നതാ. എവിടെയാ വാച്ച്? ഓക്കെ, അതാ ഇവിടെ ട്രോളി കൊണ്ട് പോവാണ്. ഇതാണ് നമ്മൾ വാങ്ങിയ ട്രോളി. ഓ, വലിയ ട്രോളി. വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. അയ്യോ, ഇത് വെക്കാനുള്ള സ്പേസ് ഇല്ല. ഉണ്ട്, വലിയ ട്രോളി വാങ്ങി. ഇതിൻ്റെ അകത്ത് എല്ലാം വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ. നമ്മള് മലേഷ്യ ട്രിപ്പ് പോവാ. മലേഷ്യ ആണോ? എവിടെയാ ട്രിപ്പ് പോകുന്നത്? US ആണോ? എവിടെയോ പോകുന്നുണ്ട്. നമ്മൾ എവിടെയും പോകുന്നില്ല ഇപ്പൊ തൽക്കാലം. ഇവിടെ നിന്ന് ഇറങ്ങാം, എന്നിട്ട് അത് കഴിഞ്ഞ് നോക്കാം. മഞ്ഞ 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 ബൾബുകൾ.
ഓ ഇത്രയും വലിയ ട്രോളിയൊക്കെ കൊണ്ടുവന്ന എന്ത് ബുദ്ധിമുട്ടല്ലേ? നല്ല ബുദ്ധിമുട്ടായിരിക്കും ഞാൻ അത് കൊണ്ടുപോകുമ്പോ. ഇത് നമ്മുടെ സൈസ് ഉണ്ട് ഇത്. എടാ മറ്റേ സിനിമയിലൊക്കെ കൊലപാതകമൊക്കെ ചെയ്തിട്ട് ഇത് ട്രോളിയിലാണ് കൊണ്ടുപോകുന്നത്. അതെ, ഇതുപോലത്തെ ഒരാളെ ഇതിൻ്റെ അകത്ത് കയറ്റി വെക്കാൻ പറ്റും കേട്ടോ. ഇത്രയും വലിയ ട്രോളിയാണ്. ഞാൻ താഴെ വീഴും തോന്നുന്നു. യാ ഇങ്ങനെ ഈ ട്രോളി എന്നെയും കൊണ്ട് ഉരുണ്ട് പോന്ന്. ഓ ട്രോളി ഇതില് നിക്കില്ല അല്ലേ? ട്രോളി ഉരുണ്ട് പോന്നേ. ഞാൻ എടാ പിടിക്കടാ ഇടയില്. എവിടെ പിടിക്കാൻ? ട്രോളി ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നേ. എടാ വേറെ കാര്യം, ഹീൽസ് ഇട്ട് ഇതില് നിക്കാൻ ബുദ്ധിമുട്ടാട്ടോ. സീന ഞാൻ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. നീ മാത്രമാണോ? ഞാനും പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ എങ്ങനെയാലും ഈ ട്രോളി കൊണ്ടുപോയി കാറിൽ കൊണ്ട് വെക്കട്ടെ. നമ്മുടെ ട്രോളി നമ്മളെ വണ്ടിയിൽ കയറ്റാൻ പോകുന്നു. ഫൈനലി ഒരു വലിയ ട്രോളി നമ്മൾ കയറ്റാം. ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയുണ്ട്? എടാ ഇത് ഈ ട്രോളിയും എൻ്റെ 2 ട്രോളി ഉണ്ടാവും. വരുമ്പോ രണ്ടും കേറുവോ? കേറും. ഓ ഇത് കേറും. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ടൈം ഇത് വെക്കാൻ പറ്റും. അതല്ല എൻ്റെ 2 ട്രോളി നിന്റെ 1 ട്രോളി ഉണ്ടാവും. അല്ല വേറെ വണ്ടിയും കൂടെ അതെന്തേലും അറേഞ്ച് ചെയ്യാം, സീനില്ല. നിവേദിനെ ഞാൻ മറ്റേ എവിടെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ അവൻ്റെ ഇതേപോലെ 2-3 ട്രോളി അതേ ഞാൻ ഇതിൽ കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കയറുന്നുണ്ടായിരുന്നു. ഇതുപോലെ 2 ലാർജും 1 ചെറുതും അവൻ്റെ ഉണ്ടായിരുന്നു. ഓക്കെ പോവാം. വിശക്കുന്നില്ലേ? ബാ കേറിക്കോ. എന്താ അതി നമ്മള് ലുലുവിന്ന് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. ഇറങ്ങി നമ്മള് വണ്ടിയിൽ കയറി നേരെ പാലാരിവട്ടം. 1:50 നമ്മള് ലുലുവിൽ കയറിയത് ഒരു 12 മണി ആ സമയത്തായിരിക്കും. ഒരു 1.25 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മള് സക്സസ്ഫുള്ളി ലുലുവിന്ന് ഇറങ്ങി അല്ലേ. പിന്നെ ഇനി നമുക്ക് ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിക്കാൻ നമുക്ക് ഈ ഏരിയയില് നമ്മൾ കൂടുതൽ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു സ്ഥലം നമ്മൾ പോയിക്കൊണ്ടിരിക്കാം, കണ്ടുപിടിക്കാം നമുക്ക്. അതെ, ഇന്ന് ഏതെങ്കിലും ഒരു നല്ലൊരു ലഞ്ച് സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നില്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് മാക്സിമം ഷോപ്സ് അവൈലബിൾ ആയിരിക്കില്ല. ഉള്ള ഷോപ്പിൽ ഏതെങ്കിലും നമുക്ക് കഴിച്ചിട്ട് പോവാന്നാ തോന്നുന്നത്. ഇവ മറ്റേ വൃന്ദാവനില് പോവാൻ വെജ് മീൽസ് ഒക്കെ കിട്ടും, അടിപൊളിയാണ്. വൃന്ദാവനില് പോയാൽ നല്ല ചോറും സാമ്പാർ, രസം, മോര്, പിന്നെ നല്ല ഒരു ഫീൽ ആയിരിക്കും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഒരു വെജ് നോൺ വെജ് കിട്ടൂല. എന്താ ഒരു തമിഴ്നാട്ടിലൊക്കെ ഒരു കല്യാണ വീട്ടിൽ കഴിക്കാൻ പോയ പോലെ നല്ല ഇരയിലൊക്കെ ഇട്ട് നല്ലൊരു ഫീൽ ആയിരിക്കും. പക്ഷെ അത് നിനക്കത് ഫുൾഫിൽ ആവണമെങ്കിൽ ഒരു ചിക്കൻ വേണോ അല്ലെങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ കിട്ടൂല. അതാണ് പ്രശ്നം. പക്ഷെ എനിക്കത് അഡ്ജസ്റ്റബിൾ ആണ്. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ എല്ലാ ഷോപ്പും ക്ലോസ് ആണുള്ളത്. ശരി, ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഏത് ഷോപ്പാന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഇക്കൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ്. നമുക്ക് നോക്കാം. ഓ മാസ് എൻട്രി ആണോ? ഇതിലെ കൂടെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നല്ല ഫ്രെയിം ആയിരുന്നു. ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. നമുക്കിന്ന് പഴവും പപ്പടവും ഒക്കെ വന്നിട്ടുണ്ട്. പായസം ഉണ്ടോ? ഇതെന്താ തൈരാണോ? ഒരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നത് മുളക്, ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ഇതിൽ കിട്ടുന്നത്. സൈഡൊക്കെ സദ്യ പോലെയാണ് നമുക്ക് വന്നേക്കുന്നത്. ഒരു കുറെ സൈഡ്, ഒരു 3 സൈഡ് ഉണ്ട്. ഇതെന്താ? 4 സൈഡ് ഉണ്ട്. ഇത് ചമ്മന്തി, കൂട്ടുകറി, ചമ്മന്തി, ഇത് ഉപ്പേരി, അച്ചാറ്, എന്നിട്ടൊക്കെ മീൽസ്, റൈസ്. ഇങ്ങനത്തെ ഇലയിൽ കഴിക്കാൻ ഭയങ്കര ഫീല് അല്ലേ? നോർമലി നമ്മള് പ്ലേറ്റിൽ കഴിക്കുന്നേക്കാളും ചോറ് ഇലയിൽ കഴിക്കാനുള്ള ഒരു കൊറേ ആയി. നാളെ നമ്മൾ കാർത്തിക വിലാസത്ത് പോകുമ്പോൾ ഇലയിൽ കഴിക്കാം. അല്ലെങ്കിൽ വേറെ എവിടെന്നേലും അങ്ങനെ കിട്ടാറില്ല. കുറച്ചും കൂടെ എപ്പോഴേലും. പിന്നെ ഓഫീസിലാണെങ്കിൽ നമുക്ക് ഇതിലേ കിട്ടുള്ളൂ. നിന്റെ വൈറ്റ് റൈസും ഉണ്ട്. എന്റെ വൈറ്റ് റൈസും ഉണ്ട്. ഡീസന്റ് മീലാണിത്. നല്ല വൃത്തിക്ക്
സാമ്പാറാ? ആ ഒഴിച്ചു. സാമ്പാർ ഇതിൽ കുറച്ചും കൂടെ ഒഴിക്കുമോ സാമ്പാർ? ഗ്രേവി മാത്രം. സാമ്പാർ വന്നു, നമ്മളെ സംഭവങ്ങളെല്ലാം വന്നു. ഇനി ഫിഷും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈബാവും. നമ്മൾ അതിനു മുമ്പ് ഇപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. അതുവരെ ഫിഷ് ഇല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? നല്ല സാമ്പാറൊന്നുമില്ല, വേറൊരു ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റാണ്. ഒരു ചേഞ്ച് ഉണ്ട് സാധാരണ കഴിക്കുന്നതിലും. അതെ. ഫിഷും വന്നു, അയല ഫ്രൈ, ചാള ഫ്രൈ, അപ്പുറ സൈഡ് ചാള ഫ്രൈ, അയല ഫ്രൈ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ഇനി കഴിച്ചിട്ട് കാണാം. കഴിച്ചിട്ട് നമ്മൾ പറയാം ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു. എന്താ അത്? നല്ല നെയ്യ് ചാള, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട വേർഷനാണ് ചാളേൻ്റെ, നെയ്യുള്ള ചാള. പക്ഷെ നിനക്ക് നെയ്യില്ലാത്തത്, ഇവന് ചെറിയ ചാള ഇഷ്ടം. എനിക്കറിയില്ല, എനിക്ക് ചാള കിട്ടിയാൽ മതി. എനിക്ക് ചെറിയ ചാള ഇഷ്ടം. എനിക്ക് വലുത് നല്ല നെയ്യുള്ള ചാള, നല്ല ഫ്ലേവറുള്ള. സെറ്റ് ആയില്ലേ ഇന്ന് ഉച്ചക്കത്തെ മീൽസ്? ഓണായോ? അടിപൊളി, നല്ല ചാള, ഫ്രഷ്. കഴിച്ചോ. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. നമുക്ക് എത്രയാണെന്നറിയോ? 422 ആണ്. 22 ആണ് നമ്മുടെ ബില്ല്. വെജ് മീൽസ് 100 രൂപയാണ്. ആ, വെജ് മീൽസ് 100ഉം പിന്നെ ചാള ഫ്രൈ 60, അയല ഫ്രൈ 120. അയല ഫ്രൈ ആണ് കുറച്ച് കോസ്റ്റ്ലി. അത് അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷെ ചാള ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടാണ്. അല്ലാതെ അതിലേക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ചാള വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഇല്ല. അതാണ്. സോറി, ഞാനത് അടച്ചു. ചാള ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാ. പിന്നെ ബാക്കി നമ്മൾ ചായ പറഞ്ഞു, വേറെ ഒന്നും ഇല്ലല്ലോ. ഒരു ചായയും കൂടെ പറഞ്ഞായിരുന്നു, എനിക്ക് തൊണ്ട ഭയങ്കര പോലെയാണ്. ഓക്കെ, എന്നാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. പോവാ, കേറട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി, നമ്മുടെ പ്ലാൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നില്ലേ? നമ്മൾ ഇന്ന് പോയ എല്ലാ കാര്യങ്ങളും ഗ്രീൻ ടിക്ക് ആണ്. നമ്മുടെ ട്രോളി വാങ്ങല്, മറ്റേ വേറെന്താ, ലിപ്സ്റ്റിക്ക്, പിന്നെ എൻ്റെ വാച്ചിന്റെ ഒരു സ്ട്രാപ്പ് സെറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം സെറ്റ് ചെയ്തു. അപ്പൊ നമ്മളെ പരിപാടി എല്ലാം സെറ്റാണ് ഇന്ന്. അപ്പൊ നമ്മൾ ഫുഡും കഴിച്ച് നല്ല ഒരു കൂൾ മൂഡിൽ എത്തിയിട്ടുണ്ട്. ഒരു നല്ല സൂപ്പർ മീൽസ് ആണ് നമ്മൾ കഴിച്ചത്. സ്പോട്ട് ഏതാന്നൊക്കെ ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ പാലാരിവട്ടം സൈഡാണ്. പാലാരിവട്ടം ഉള്ളവർക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തു, ഞാൻ സ്പോട്ട് ഏതാന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പറഞ്ഞിരുന്നോ? ഓക്കെ, എന്നാ അത് തന്നെയാ സ്പോട്ട്. ഓക്കെ, അപ്പൊ അതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്, അത് വൈകിട്ടാണ്. സോ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് വൈകിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് എടുക്കുന്നതായിരിക്കും. അതെ, ഇനി ആ വ്ളോഗിൽ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം വൈകിട്ട് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് പ്ലാൻസ് ഒക്കെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് വ്ളോഗ് ആയിരിക്കും. അപ്പൊ സോ പ്ലീസ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വ്ളോഗ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ഗൈസ്.